ഞാൻ ലാസ്റ്റ് പേ ഔട്ടിൻ്റെ വീഡിയോ ചെയ്തതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ 2 ഫേമാണ് യൂസ് ചെയ്തത്. അതിലൊരു ഫേം എനിക്ക് ഇന്നലെ ഒരു മെയിൽ അയച്ച് അവരെ ലാസ്റ്റ് സീസൺ, അതായത് ലാസ്റ്റ് ഇയറിൽ അവരെ ടോപ്പ് 50 ബെസ്റ്റ് പെർഫോം ചെയ്ത ട്രേഡേഴ്സിൻ്റെ ലിസ്റ്റാണ്. അപ്പോൾ അതിൽ ഞാൻ സെലക്ട് ആയിട്ടുണ്ട്. എൻ്റെ റാങ്ക് വരുന്നത് 17 ആണ്. വേൾഡ് വൈഡ് റാങ്കിങ് ആണ് വരുന്നത്. മാഷാ അല്ലാ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അവരയച്ച മെയിലും എനിക്ക് കിട്ടിയ അച്ചീവ്മെൻ്റൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് അവർ എനിക്ക് അയച്ച മെയിലാണ് കാണുന്നത്. അത് ഞാനൊന്ന് റിഫ്രഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇന്നലാണ് അവർ അയച്ചത്, അതായത് ഫ്രൈഡേ ആയിരുന്നു എനിക്ക് ഈ മെയിൽ റിസീവ് ചെയ്തത്. അപ്പോൾ ഈ ടോപ്പ് 50 വന്നവർക്ക് കുറച്ച് പ്രൈസും അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയത് 5K ഒരു വാലുവേഷൻ അക്കൗണ്ട്, പിന്നെ ട്രേഡിംഗ് വ്യൂവിൻ്റെ എസെൻഷ്യൽ സബ്സ്ക്രിപ്ഷനും, പിന്നെ ഒരു കസ്റ്റം ടൈറ്റിൽ. കോമ്പറ്റീഷനിൽ പ്രൈസ് റിവാർഡ്സ് ഇങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഓൾറെഡി 5th റാങ്കിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ട് നിന്ന ആളായിരുന്നു. പിന്നെ പകുതി വെച്ചിട്ട് അവർ ഗോൾഡ് എടുത്ത് ഒഴിവാക്കി. നമുക്ക് അവരുടെ ലിങ്ക് ത്രൂ അവരുടെ സൈറ്റിൽ പോവാം. ആ ഫേമിൻ്റെ ഞാൻ നേരെ അവരുടെ ഡാഷ്ബോർഡിലേക്ക് കയറുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് ഒരു 5K അക്കൗണ്ടാണ്. അതെനിക്കിപ്പോൾ പ്രൈസ് മണി ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതാണ് ഞാൻ ഇപ്പോൾ ക്ലെയിം ചെയ്തിട്ടുള്ളൂ. ഇനി ലെഫ്റ്റ് സൈഡിൽ കണ്ടോ റാങ്കിങ്ങിൻ്റെ ഒരു സെഗ്മെൻറ്റ്, ഇനി അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രേഡേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ കാണാം. ഒരാളെ പേരിൻ്റെ അടിയിൽ സീസൺ 1 ടോപ്പ് 12 എന്ന് കണ്ടില്ലേ. അപ്പോൾ നേരത്തെ ഒരു റിവാർഡ് ഞാൻ വായിച്ചില്ലേനു, കസ്റ്റം ടൈറ്റിൽ. ഇതാണ് സംഭവം. ഇപ്പോൾ നടന്നുകൊടുക്കുന്നത് സീസൺ 2 ആണ്. ഇതിപ്പോൾ സീസൺ 1 ടോപ്പ് 50 വന്ന ആൾക്കാരുടെ പേരിൻ്റെ അടിയിലൊക്കെ ലാസ്റ്റ് സീസണിൽ അവരെ റാങ്ക് എന്തായിരുന്നു എന്നുള്ളത് ഇവരെ കാണിക്കുന്നുണ്ട്. പിന്നെ ചിലവരൊക്കെ നോ യൂസർ നെയിം എന്ന് കാണുന്നത് അവർ പ്രൈവസി കാരണം ഹൈഡ് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ പേരും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടിയിൽ റാങ്ക് കാണാം, ടോപ്പ് 17 വന്നതും. പിന്നെ ഇതൊരിക്കലും ഒരു ഫേം റെക്കമെൻഡേഷൻ അല്ല.